പ്രേക്ഷകരെ സ്വാഗതം. ഹൈ ഫൈവ് ആരംഭിക്കുകയാണ്. നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഇന്നത്തെ ഹൈ ഫൈവ്. രണ്ട് സംസ്ഥാനങ്ങൾ, ഒന്ന് കേരളം, മറ്റൊന്ന് നമ്മുടെ തൊട്ടയൽക്കാർ തമിഴ്നാട്. കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ ആവശ്യത്തിലേറെ സീറ്റുകൾ കിട്ടിയിട്ടും കോൺഗ്രസിന്റെ സർക്കാർ രൂപീകരണം നീണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളതാണ് കോൺഗ്രസിലെ നിലവിലെ പ്രതിസന്ധി. തമിഴകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ TVKയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. സി ജോസഫ് വിജയ് അല്ലാതെ അവർക്ക് മറ്റൊരു നേതാവില്ല. പക്ഷേ ഈ നേതാവിനെ മന്ത്രിസഭയുണ്ടാക്കാൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിളിക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിസന്ധി. ഇപ്പോൾ കേവല ഭൂരിപക്ഷമൊക്കെ തെളിയിക്കുന്നു. വിജയ് പുറത്തുനിന്നൊരു പാർട്ടി കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഇനി TVK അധികാരത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. രണ്ടിടത്തും സസ്പെൻസ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ സാഹചര്യം തന്നെയാണ് പ്രഥമ പരിഗണന. ഹൈ ഫൈവിൽ ആദ്യം പോകുന്നതും അതിലേക്ക് തന്നെയാണ്. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണെന്ന് നേതാക്കളൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ കേട്ട് ഒരൊറ്റ തീരുമാനത്തിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന നിലവിലെ പ്രതിസന്ധി. ഡൽഹിയിൽ നിന്ന് MLA-മാരുടെ മനസ്സറിയാൻ AICC നിരീക്ഷകർ കേരളത്തിലേക്ക് വന്നു. MLA-മാരുമായി നേർക്കുനേർ അവർ സംസാരിച്ചു. ആർക്കാണ് പിന്തുണ എന്ന കാര്യം എഴുതി വാങ്ങി. അതിനുശേഷം അതീവ രഹസ്യമായി വയ്ക്കേണ്ട കടലാസ് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തു. രേഖകൾ പ്രകാരം കോൺഗ്രസിലെ 63 MLA-മാരിൽ KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണ. പക്ഷേ കേരളത്തിലെ പ്രവർത്തകരുടെ പൊതുവികാരം അത് VD സതീശനൊപ്പമാണ്. പരിശോധിക്കാം. ഈസി അല്ല തീരുമാനം. നോക്കൂ, നിലവിൽ എല്ലാ കണ്ണുകളും കാതുകളും ഒക്കെ ഡൽഹിയിലേക്ക് തന്നെയാണ്. മല്ലികാർജുൻ ഖാർഗെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. രാഹുൽ ഗാന്ധിയും ഉണ്ട്. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിന്റെയും ഒക്കെയും മനസ്സറിയുകയാണ് മുതിർന്ന നേതാക്കൾ. KPCC നേതൃത്വം ആർക്കൊപ്പം എന്നറിയാൻ സണ്ണി ജോസഫുമായും ഖാർഗെ സംസാരിക്കും. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഇന്നത്തെ യോഗം കഴിയട്ടെ, സമവായത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം AICC നടത്തും. പരസ്യ പ്രതിഷേധം പാടില്ല എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. There we will have discussion and the decision will be announced by the High Command. Sir, ഇന്നലെ തീരുമാനം ഉണ്ടാവും സർ? ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാവും? അത് ICC ആണ് പ്രഖ്യാപിക്കുന്നത്. യെസ്, അപ്പം നിലവിൽ ഭൂരിപക്ഷ MLA-മാരുടെയും പിന്തുണ ഉള്ളത് KCക്കാണ്. അതേസമയം തന്നെ ഘടകകക്ഷികളുടെ പിന്തുണ അത് VD സതീശനൊപ്പമാണ്. സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ ചെന്നിത്തലയിലേക്കും നറുക്ക് വീഴും. ഇതെല്ലാം പരിഗണിച്ച് ഖാർഗെ നൽകുന്ന റിപ്പോർട്ട് പ്രകാരമായിരിക്കും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുക. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ആൽവിനും നിലവിലെ സാഹചര്യങ്ങൾ പറയാൻ നമുക്കൊപ്പം തത്സമയം ചേരും. ആദ്യം ശരത്തിലേക്ക് പോവാണ്. ശരത് ലാൽ, ഗുഡ് ഈവനിങ്. തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ശരത് ലാലിന്റെ മുന്നിലുള്ളത്. ഇന്നലെയും ഇന്നും മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഓട്ടത്തോടോട്ടമായിരിക്കും. കാരണം നേതാക്കളൊന്നും തന്നെ ഒറ്റ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. എല്ലാ ചർച്ചകളും ഡൽഹിയിലേക്കാണ്. ഹൈക്കമാൻഡിന്റെ മുന്നിലുള്ളത് ഒരു യമണ്ടൻ ടാസ്കുമാണ്. ഇപ്പം നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുകയാണ് ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ. ഈ രാവിലത്തെ ചർച്ചകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഒരു നേതാവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചുമില്ല. നിലവിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാകുമോ ശരത്ത്? ഗുഡ് ഈവനിങ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ്, ഇന്നൊരു തീരുമാനമുണ്ടാകുമോ എന്ന സേതുലക്ഷ്മിയുടെ ചോദ്യം തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും എന്തിനേറെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ 10-ാം നമ്പർ രാജാജി റോഡിലുള്ള
മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുന്നത്. ഈ യോഗത്തിലെ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അല്ലെങ്കിൽ ഖാർഗെയോട് അടുപ്പമുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് തുടക്കത്തിൽ തന്നെ 4 മണിക്കാണ് യോഗം തുടങ്ങിയത്. ഇപ്പോൾ 4:15 ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് 1 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞിരിക്കുന്നു ഈ യോഗത്തിലെ നടപടിക്രമങ്ങൾ അല്ലെ ചർച്ചകൾ തുടങ്ങിയിട്ട്. ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇത് എത്ര നീളുമെന്ന കാര്യത്തിൽ നമുക്ക് നിശ്ചയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധി യോഗ തുടക്കത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധാരണ പ്രകാരം രാഹുൽ ഗാന്ധി യോഗം കഴിഞ്ഞ് അല്ലെ യോഗത്തിൻ്റെ ആദ്യവട്ട ചർച്ച കഴിഞ്ഞ ശേഷം അതിനുശേഷം 2ാം പാദത്തിൽ പങ്കെടുക്കും എന്നായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ യോഗം തുടങ്ങുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. ഈ രാഹുൽ ഗാന്ധി യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായമായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെ എടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം രമേശ് ചെന്നിത്തല, പിന്നെ വി ഡി സതീശൻ, പിന്നെ കെ.സി. വേണുഗോപാൽ ഇവരുമായിട്ട് ഒരു 1-to-1 ചർച്ച ഇരു നേതാക്കളും നടത്തും. ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ടത് ഇതിൽ നിരീക്ഷകരായ മുഗൾ വാസനിക്കും അതേപോലെ തന്നെ പിന്നെ അജയ് മാക്കനും പങ്കെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരു വിശദമായ ചർച്ച അല്ലെങ്കിൽ MLA-മാരുടെ മനസ്സടക്കം ഈ ചർച്ചയിൽ തുറന്നു വരും. എന്താണ് റിപ്പോർട്ടിൽ എന്നുള്ളത് കാര്യങ്ങൾ ഈ വി ഡി സതീശനും അതേപോലെ കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലക്കും ഉള്ളിൽ ചർച്ച ചെയ്യപ്പെടും. അതിനനുസരിച്ച് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പിക്കുക എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഈ പ്രശ്നം വിഷമമില്ലാതെ അല്ലെങ്കിൽ ആരെയും അലട്ടാതെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നതാണ്. എന്നാൽ ഇതിൽ രണ്ടുപേരുടെ നിലപാടുകൾ വളരെ വലുതാണ്. ഒന്ന് രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയുമായി പരിഗണിക്കുന്നതെങ്കിൽ താൻ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു കടുത്ത നിലപാട് അറിയിക്കും. അതുതന്നെ വി ഡി സതീശനും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. താൻ പട നയിച്ചു എന്നുള്ളതല്ല, താൻ പട വിജയിച്ചു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ആ തീരുമാനം ഞാൻ പടയാളിയായോ അല്ലെ നായകനാണോ എന്നതാണ്. അതിൽ നായകനല്ല എന്ന് തീരുമാനിച്ചാൽ അത് പടയാളിയായി ഈ പാർട്ടിക്ക് വേണ്ടി തുടരും എന്നൊരു നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തിയാൽ അത് കോൺഗ്രസിന് ഭാവിയിൽ വളരെ വലിയ ദോഷം ചെയ്യും. കാരണം ജനപ്രിയ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറി നിൽക്കുക ഭരണത്തിൽ എന്നുള്ളത് അത് വളരെ വലിയ ഒരു വിഷമവൃത്തം കോൺഗ്രസിന് മുമ്പിൽ വരും. 102 നേരെ തിരിച്ച് അല്ലെങ്കിൽ റെസിപ്രോക്കലായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തകർന്നു കിടക്കുന്ന CPM-നും ഇടതു മുന്നണിക്കും അതൊരു പുതുജീവൻ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ പരിഗണിച്ചുള്ള തീരുമാനമായിരിക്കും നടക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ചർച്ചയിലേക്ക് ഒരാളെ പോലും കടത്തിവിട്ടിട്ടില്ല. അതായത് ഖാർഗെയുടെ സ്റ്റാഫ് പോലും യോഗത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് പറയാൻ കഴിയുന്നത്. ഈ നേതാക്കൾ മാത്രമാണ് യോഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ സേതുലക്ഷ്മി, യോഗത്തിന്റെ തീരുമാനങ്ങൾ അത് കേരളം ആര് ഭരിക്കും, ചർച്ച മാത്രമാണോ അതോ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായില്ലെങ്കിൽ ഇത് തന്നെ ഒരു 2ാം ഘട്ട 3ാം ഘട്ട ചർച്ചകൾ ഉണ്ടാകുമോ, അതോ ഈ തീരുമാനം നാളേക്ക് നീളുമോ? എന്താ നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്ന കാര്യം? ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുന്ന കാര്യം ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ്. അങ്ങനെ ഉണ്ടായാൽ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പോലും ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഡേറ്റ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും. അത്തരമുള്ള മുൻകരുതൽ പോലും നടത്തിയ ശേഷമാണ് ഒരു ചർച്ച അല്ലെങ്കിൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ ഗാന്ധി ഇരുന്ന് കഴിഞ്ഞാൽ വി ഡി സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അതിനെ അവിടെ വെച്ച് എതിർക്കില്ല എന്ന കാര്യം ഹൈക്കമാൻഡിന് ഉറപ്പുണ്ട്. പക്ഷേ മല്ലികാർജ്ജുന ഖാർഗെയാണെങ്കിൽ അത്തരത്തിലല്ല, വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഒരു കാര്യം വ്യക്തമായി കാണാം. ഖാർഗെയുടെ വസതിയിൽ 3 പുകക്കുഴലുകൾ കാണാം. ഈ പുകക്കുഴലിൽ ആരൊക്കെ അനുകൂലമായിരിക്കും പുക പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. സേതുലക്ഷ്മി, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. 1.5 മണിക്കൂർ കഴിഞ്ഞു. അതിൽ ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി കാണും. ശരി, വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ എന്നുള്ളത് ഇനി ആകാംക്ഷ പുരസരം നോക്കിയിരിക്കാം. ഖാർഗെയുടെ വസതിയിൽ നിന്ന് ആ പുകക്കുഴൽ കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ടായിരുന്നു.